അസ്സലാമു അലൈക്കും ഉസ്താദെ, ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. ഉസ്താദ് തിരക്കിലാണോ? വലൈക്കുമുസ്സലാം. എന്താണ് നിന്റെ സംശയം? നിസ്കാരത്തിലെ വല്ല മസലയുമാണോ? അതല്ല ഉസ്താദെ, ഞാൻ കുറെ കാലമായി ചിന്തിക്കുന്ന ഒന്നാണ്. നമ്മൾ മദ്രസയിലും പള്ളിയിലുമൊക്കെ ശറിയത്ത് നിയമങ്ങൾ പഠിക്കുന്നു, നിസ്കരിക്കേണ്ട രീതി, നോമ്പിന്റെ നിയമം. പക്ഷെ ഇതൊന്നും ചെയ്യുമ്പോൾ ഹൃദയത്തിൽ ഒരു സമാധാനമോ അള്ളാഹുവിലേക്കുള്ള ഒരു അടുപ്പമോ തോന്നുന്നില്ല. വെറുമൊരു ചടങ്ങ് പോലെ തോന്നുന്നു. ഇതിനൊരു ആത്മാവേണ്ടേ ഉസ്താദെ? ആത്മാവോ? നീ പോയി ചെയ്യുന്നതല്ല ദീൻ. കൃത്യമായി നിസ്കരിക്കൂ. ഉസ്താദ് തന്നെ ഇമാം ഗസാലിയെയും ജീലാനി ഷെയ്ഖിനെയും കുറിച്ച് പറയാറില്ലേ? അവർ നടന്നത് ഈ ആത്മീയ വഴിയിലൂടെയല്ലേ? അതൊക്കെ പണ്ടുള്ളവർക്ക് പറ്റുന്നതാണ്. ഇക്കാലത്ത് വ്യാജന്മാരിലധികവും നിയമങ്ങൾ മാത്രം പഠിക്കുക, അത് മതി. പക്ഷെ ഉസ്താദെ, കിതാബുകളിൽ ഇഹ്സാനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അല്ലാഹുവെ കാണുന്നത് പോലെ ഇബാദത്ത് ചെയ്യണമെന്ന്. അതെങ്ങനെ സാധിക്കും? നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും ലോകമാന്യവും റിയാക്കളയാനൊരു തർബിയത്ത് വേണ്ടേ? ഒരു മുർഷിദിന്റെ ഗുരുവിന്റെ സഹായമില്ലാതെ ഇത് എങ്ങനെ സാധ്യമാക്കും? അതൊക്കെ പണ്ടുള്ളവർക്ക് പടുത്തുന്ന കാര്യമാണ്. ഇക്കാലത്ത് എവിടെയാണ് യഥാർത്ഥ ശൈഖുമാർ? നോക്ക്, ഇന്ന് കാണുന്നവർക്ക് വ്യാജന്മാരല്ലേ? അത്തരം കെണികളിൽ പോയി വീഴാതിരിക്കാനാണ് നമ്മൾ നിങ്ങളോട് ഇതൊന്നു വേണ്ടെന്ന് പറയുന്നത്. നിയമങ്ങൾ മാത്രം പഠിക്കുക, അത് മതി. ഉസ്താദെ, ഒരു ഡോക്ടർ മോശമായി പ്രവർത്തിച്ചെന്ന് കരുതി നമ്മൾ രോഗചികിത്സ വേണ്ടെന്ന് വെക്കുമോ? കള്ള നോട്ടുണ്ടെന്ന് കരുതി കറൻസി ഉപയോഗിക്കാതിരിക്കുമോ? ഉസ്താദ്, വ്യാജന്മാരുണ്ടെന്നത് യഥാർത്ഥ വഴിയുടെ പ്രസക്തി ഇല്ലാതാക്കുന്നില്ലല്ലോ. ഉസ്താദ് തന്നെ ക്ലാസ്സിൽ ഇമാം ഗസാലിയും അബ്ദുൽ ഖാദിർ ജീലാനിയെ കുറിച്ച് പറയാറില്ലേ? ഫായിസ്, നീ അധികം തർക്കിക്കണ്ട. സാധാരണക്കാർക്ക് ശരീഅത്ത് മതി. ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പോയാൽ ബുദ്ധി ഭ്രമിക്കും. അതുകൊണ്ട് അധികം ആഴത്തിൽ ചിന്തിക്കാതെ പറഞ്ഞത് മാത്രം ചെയ്യും. ഉസ്താദെ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഉസ്താദ് സ്വകാര്യമായി ഷെയ്ഖിനെ ബയത്ത് ചെയ്തിട്ടില്ലേ? അതെ ഫൈസ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് വളരെ സ്വകാര്യമായ ഒരു കാര്യമാണ്. ഓ ഉസ്താദ് എന്തുകൊണ്ട് രഹസ്യമായി വെക്കുന്നു? എന്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരോട് ഇതിന്റെ ആവശ്യമില്ല പറയുന്നത്? ഞങ്ങൾക്ക് ആ വെളിച്ചം നിഷേധിക്കുന്ന വഞ്ചനയല്ലേ? ഫായിസ്, ഈ വെളിച്ചം ഏവർക്കും വേണ്ടിയില്ല, അത് ഹൃദയത്തിൽ ആത്മാർത്ഥതയ്ക്ക് മാത്രം. ഉസ്താദെ, ദീനിന്റെ പകുതി ഭാഗം മാത്രം പഠിപ്പിച്ച് ബാക്കി പകുതി മറച്ചു വെക്കുന്നത് ശരിയാണോ? ഹൃദയം ശുദ്ധീകരിക്കാത്ത അറിവ് കൊണ്ട് മാത്രം എങ്ങനെയാണ് ഞങ്ങൾ അല്ലാഹുലേക്ക് എത്തുക? സത്യം പറഞ്ഞു തരാൻ പണ്ഡിതന്മാർ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ആരോടാണ് ചോദിക്കുക?